89 മില്ലിഗ്രാം LSDയും 20 ഗ്രാം കഞ്ചാവുമാണ് പ്രതിയുടെ കൊല്ലം കല്ലുംതാഴത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ഉപയോഗശേഷം യുവാവ് ഹൈബ്രിഡ് കഞ്ചാവുകൾ കവറുകളിലാക്കി പേരെഴുതി സൂക്ഷിച്ചു. ഇത് ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കവറിലാക്കി സൂക്ഷിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി. അത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട LSD സ്റ്റാമ്പുകൾ, അത് വലിയ ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റാമ്പുകളാണ് കണ്ടെത്തിയത്. അതോടൊപ്പം ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ തന്നെ ഒരു വലിയ വെറൈറ്റി കളക്ഷനും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ LSD സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു 2 മില്ലിഗ്രാം വരെ കൈവശം വെക്കുന്നത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇത് 89 മില്ലിഗ്രാം LSD സ്റ്റാമ്പ് തന്നെ ഇയാളുടെ അടുത്ത് നിന്ന് കണ്ടെത്തി. ഇയാളുടെ വീട്ടിൽ തന്നെ നടത്തിയ പരിശോധനയിൽ 7 ഇനത്തിൽപ്പെട്ട, വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവുകളും കണ്ടെടുത്തു. അതിൻ്റെ സോഴ്സിനെ പറ്റിയൊക്കെ ഇനി വിശദമായിട്ട് അന്വേഷിക്കണം. വിദേശത്ത് ലഭിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുകളുടെ കളക്ഷനാണ് സ്റ്റാമ്പ് കളക്ഷൻ പോലെ യുവാവ് സൂക്ഷിച്ചിരുന്നത്. പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച ഹൈബ്രിഡ് കഞ്ചാവുകളുടെ പേരുകളും പുറത്ത് എഴുതിയിട്ടുണ്ട്. മിഷിഗൺ, വൈറ്റ് ഹണ്ട്, ബ്ലാക്ക്ബെറി, കോപ്പർ തുടങ്ങിയ 7ഓളം പേരുകളാണ് ഓരോ പാക്കറ്റിലും എഴുതിയിരുന്നത്. വളരെ വീര്യം കൂടിയ കഞ്ചാവുകളാണിവ. ഇവ എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യമടക്കം പരിശോധിച്ചു വരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ഇയാൾക്കെതിരെ മുമ്പ് MDMA കേസുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്.